ഓരോ സിനിമകളുടെയും അനൗൺസ്മെൻറ്റ് നമ്മൾ വളരെ കൗതുകത്തോടുകൂടി നോക്കാറുള്ളത്. പല സിനിമകളും അനൗൺസ്മെൻറ്റിന് ശേഷം ഡ്രോപ്പായി പോകാറുണ്ട്, അല്ലെങ്കിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഇത് ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പുള്ള മാഗസീനിൽ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റാണ്. നമ്മൾ ഇന്നും റിപ്പീറ്റായിട്ട് കാണുന്ന ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റാണ്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ആ സിനിമയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളാണ് അനൗൺസ്മെൻറ്റിലുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1994 ഒരു റിപ്പോർട്ടാണത്. ഇത് നാനിയാണെന്നാണ് എൻ്റെ അറിവ്. ഇത് ജൂലൈ മാസം ഇറങ്ങിയ ഒരു നാനിയാണ്. ഇതിൽ ഹെഡിങ്ങിനാണ് മാനാർ മത്തായി സ്പീക്കിംഗ്. ഞാൻ അതൊന്ന് ജസ്റ്റ് വായിക്കാം. നോവൽ ഫിലിംസിൻ്റെ ബാനറിൽ മുരളീകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പ്രഥമ ചിത്രമാണ് മാനാർ മത്തായി സ്പീക്കിംഗ്. മലയാളത്തിലെ രണ്ടാമത്തെ കൂട്ടുകെട്ട് സംവിധായകരെന്ന് അറിയപ്പെടുന്ന സിദ്ദിഖ് ലാൽ 1989 രചനയും സംവിധാനവും നിർവഹിച്ചുകൊണ്ട് ചലച്ചിത്രവേദിയിൽ ശക്തമായൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച ചിത്രമായിരുന്നു റാംജിറോ സ്പീക്കിംഗ്. റാംജിറോ സ്പീക്കിങ്ങിൻ്റെ രണ്ടാം ഭാഗമാണ് മുരളീകൃഷ്ണൻ ഒരുക്കുന്ന മാനാർ മത്തായി സ്പീക്കിംഗ്. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകരെന്ന് പേരെടുത്ത ഫാസിലിൻ്റെയും സിദ്ദിഖ് ലാലിൻ്റെയും ശിഷ്യനായ മുരളീകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന മാനാർ മത്തായിയുടെ രചന നിർവഹിക്കുന്നതും സിദ്ദിഖ് ലാലാണ്. മുകേഷ്, സായ്കുമാർ, ഇന്നസെൻറ്റ്, നെടുമുടി വേണു, രഘുവരൻ, വിജയരാഘവൻ, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, ശോഭന, കൽപ്പന, മീര, കവിയൂർ പൊന്നമ്മ, സുകുമാരി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അണിയുന്നു. ദിനൻ നിർമ്മിക്കുന്ന സിനിമാസ്കോപ്പ് ചിത്രമായ മാനാർ മത്തായിയുടെ ഛായാഗ്രഹണം വേണുവാണ്. ചിത്രസംയോജനം TR ശേഖറും, കലാസംവിധാനം മണി സുചിത്രയും. ഗാനങ്ങൾ ബിച്ചു, സംഗീതം SP വെങ്കടേഷ്, PA ലത്തീഫാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. സെപ്റ്റംബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന മാനാർ മത്തായിയുടെ പൂജയും റെക്കോർഡിങ്ങും ചിങ്ങം 1 മദ്രാസിൽ വെച്ച് നടക്കും. ഇത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയും ഉണ്ട്. അതിൽ ക്യാമറാമാൻ വേണു, ലത്തീഫ്, സിദ്ദിഖ്, മുരളീകൃഷ്ണ, ലാല്. ഇതിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മളിന്ന് കാണുന്ന സിനിമ. അതിൽ ആദ്യത്തെ തന്നെ ഇത് നോവൽ ഫിലിംസ് നിർമ്മിക്കുന്ന സിനിമ. അത് വിന്ധ്യൻ എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെയാണ് ഈ നോവൽ ഫിലിംസ്. വിന്ധ്യൻ്റെ മകനാണ് നോവൽ. അപ്പോൾ സിദ്ദിഖ് ലാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സിദ്ദിഖ് ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വിയറ്റ്നാം കോളനി സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേര് ഒരുപാട് ഒപ്പീനിയനൊക്കെ പറഞ്ഞു. അതിൽ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള അതിൻ്റെ മേന്മകളെക്കുറിച്ചൊക്കെ ഒരു കത്ത് എഴുതിയിട്ട് ഇവർക്ക് വിന്ധ്യൻ, ഇവരുടെ സുഹൃത്താണ് വിന്ധ്യൻ, ഒരു കത്ത് ഇവർക്ക് കൊടുത്തു. ഇവർക്ക് അയച്ചു കൊടുത്തു. സിദ്ദിഖ് അത് വായിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർ ആ കത്ത് പത്രത്തിൽ പരസ്യം ചെയ്തു. അതായത് എനിക്കൊണ്ട് അതൊരു കാർഡായിരുന്നു. അപ്പോൾ അതിൽ ഫ്രം അഡ്രസ്സൊക്കെ ഉണ്ട്, എവിടെ നിന്നാണ് അയച്ചതെന്നൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചത് പത്രത്തിൽ. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിന്ധ്യൻ്റെ കോൾ ഇവർക്ക് വന്നു. നിങ്ങളെനിക്ക് വലിയൊരു സഹായമാണ് ചെയ്തതെന്നുള്ള തമാശയായിട്ട് കളിയാക്കി പറഞ്ഞു. അതായത് വിന്ധ്യൻ അന്ന് എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങൾ, പല സിനിമകളും പരാജയപ്പെട്ട സാമ്പത്തിക പ്രശ്നത്തിൽ എവിടെയോ മാറി താമസിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്നാണ് കത്ത് അയച്ചത്. ഇത് വളരെ ഈ സിദ്ദിഖിന് പേഴ്സണലി അയച്ചതാണ്. പക്ഷേ ഇത് ഇവർ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ഫ്രം അഡ്രസ്സ് വെച്ചിട്ട് ഈ കടക്കാരൊക്കെ പോയിട്ട് വിന്ധ്യനെ കണ്ടുപിടിച്ചു. അപ്പോൾ വിന്ധ്യൻ ഇത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഇവർ പറഞ്ഞു, വിന്ധ്യൻ ഇത്ര പ്രശ്നത്തിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ വിന്ധ്യന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്നു എന്നങ്ങോട്ട് ഇവർ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇവർ കാബൂളിവാലയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ സെപ്പറേറ്റഡ് ആവണം. ഇവർ സിദ്ദിഖ് ലാൽ കോമ്പോയിൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുത്ത ശേഷമാണ് ഈ മാനാർ മത്തായി വരണത്. അപ്പോൾ വിന്ധ്യനെ രക്ഷപ്പെടുത്താൻ ഒരു സിനിമ. അപ്പോൾ ഇവർ സിദ്ദിഖ് ലാലിൻ്റെ സ്ക്രിപ്റ്റ്, സിദ്ദിഖ് ലാൽ ഓർഗനൈസ് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കച്ചവടമാവും. അങ്ങനെയാണ് ഇവർ വിന്ധ്യന് വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹസംവിധായകനായിരുന്നു, ഫാസിലിൻ്റെ സഹസംവിധായകനായിരുന്നു. മുരളീകൃഷ്ണൻ സംവിധാനം ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് മാറി മറിഞ്ഞ് അവസാനം ഇതിൻ്റെ നിർമ്മാതാവായിട്ട് മാണി സി കാപ്പനാണ് വന്നത്. അപ്പോൾ മാണി സി കാപ്പൻ വിന്ധ്യന് എന്തോ ഒരു പൈസ കൊടുത്തിട്ട് അത് ഏറ്റെടുത്തു. അപ്പോൾ ആ പൈസ കൊണ്ട് തന്നെ വിന്ധ്യൻ്റെ കടമൊക്കെ വീട്ടി. മുരളീകൃഷ്ണൻ മാറിയ ശേഷം, മുരളീകൃഷ്ണൻ എന്തുകൊണ്ട് മാറി എന്നുള്ളത് സിദ്ദിഖ് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഇൻ്റർവ്യൂവിൽ സിദ്ദിഖ് പറഞ്ഞത് ആ ഒരു കാരണം ഇപ്പോൾ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ മുരളീകൃഷ്ണൻ മാറിയ ശേഷം ഇനി വേറെ ആര്, അങ്ങനെ ഇവർ പല ആളുകളെയൊന്നും ആലോചിച്ചു. അപ്പോൾ മാണി സി കാപ്പൻ അതിന് മുമ്പ് മേലെപ്പറമ്പിൽ അൺവീടൊക്കെ രാജസേന വെച്ച് ചെയ്തതാണ്. അപ്പോൾ രാജസേന ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു രാജസേനെ കൊണ്ടുവന്നു. പക്ഷേ രാജസേനൻ അടുത്ത് ആരൊക്കെയോ പറഞ്ഞു, ഈ സിനിമ വിജയിച്ചാൽ ക്രെഡിറ്റ് സിദ്ദിഖ് ലാലിന് പോകും, പരാജയപ്പെട്ടാൽ രാജസേനൻ്റെ തലയിൽ വെക്കും, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജസേന അത് മാറി. പിന്നെ TK രാജീവ്കുമാറിനെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതും നടന്നില്ല. അവസാനം മാണി സി കാപ്പൻ്റെ പേരാണ് വെച്ചത്. എന്നിട്ട് സിദ്ദിഖ് ലാലൊക്കെ തന്നെയാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാം. അത് മാണി സി, എനിക്കൊണ്ട് സംവിധായകൻ്റെ പേരില്ല. ഈ സിനിമ പൂർത്തീകരിക്കാൻ ഹെൽപ്പ് ചെയ്ത മാണി സി കാപ്പൻ എന്ന് പറഞ്ഞിട്ട്, അല്ല ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ടാണ് മാണി സി കാപ്പൻ അതിൽ അവസാനം ടൈറ്റിൽ വെച്ചത്. അങ്ങനെ മാണി സി കാപ്പൻ്റെ പേര് വരുന്നു, സിദ്ദിഖ് ലാൽ പടം ചെയ്യുന്നു. കാസ്റ്റിംഗ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുകേഷും സായ്കുമാറും ഇന്നസെൻറ്റും ഉണ്ട്. നമ്മുടെ മാനാർ മത്തായിയും ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഉണ്ട്. ബാക്കി കാസ്റ്റിംഗ് ഇതിലുള്ളത് നെടുമുടി വേണു, രഘുവരൻ. ആ രണ്ടുപേരെ നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടില്ല. പിന്നെ വിജയരാഘവൻ, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ. വിജയരാഘവൻ ഉണ്ട്, ക്ലൈമാക്സിൽ വരുന്നുണ്ട്, റാംജിറോ വരുന്നുണ്ട്. കൊച്ചിൻ ഹനീഫനെയും നമ്മൾ എൽദോ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഹരിശ്രീ അശോകനെയും നമ്മളിതിൽ കണ്ടിട്ടുണ്ട് ആശാൻ്റെ ശിഷ്യനായിട്ട്.
അപ്പോൾ നെടുമുടി വേണു രഘുവരൻ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് കണ്ടപ്പോൾ രഘുവരൻ്റെ റോള് ചിലപ്പോൾ അതായിരിക്കാം പിന്നീട് ബിജു മേനോൻ ചെയ്തിട്ടുള്ളത്. കാരണം ബിജു അത് ശക്തമായിട്ടുള്ളൊരു വില്ലൻ വേഷമാണ്. അത് ബിജു മേനോൻ ഒന്ന് പുതുമുഖമാണ്, 1-2 സിനിമ കഴിഞ്ഞിട്ടുള്ളൂ. രഘുവരൻ ഇവരുടെ റാംജിറാവുവിൽ വന്ന് റാംജിറാവ് അല്ല ഇൻഹരിയർ നഗറിൽ ഇവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ രഘുവരൻ്റെ ഡേറ്റ് കിട്ടാതെ റിസബാവയിലേക്ക് എത്തിയത്. എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. നെടുമുടി വേണു എനിക്ക് തോന്നുന്നു ഇവർ ഒരു പക്ഷേ ഇതിൽ ജനാർദ്ദൻ്റെ റോളായിരിക്കും. നമ്മൾ പിന്നീട് അതുപോലത്തെ കള്ളു കുടിച്ചിറങ്ങുന്ന ഒരു ആശാൻ്റെ റോൾ നെടുമുടിനെ നമ്മൾ പിന്നീട് ബെസ്റ്റ് ആക്ടർ സിനിമയിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നെടുമുടി ആയിരിക്കും അതിൽ ആ ഒരു റോളിൽ. പക്ഷേ നെടുമുടി മാറിയിട്ടാണ് ജനാർദ്ദൻ അതിനു മുമ്പ് ഹ്യൂമർ ചെയ്യുന്ന ഒരാളല്ല. മേലെപ്പറമ്പിലാണ് വീട്ടിൽ ചെറിയ രീതിയിൽ ഹ്യൂമർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മാനാർമത്തായി എത്തിയപ്പോൾ വേറൊരു തരത്തിലാണ് നമ്മൾ ജനാർദ്ദനെ കണ്ടത്. പിന്നെ ശോഭനേനെ ഇവരുടെ ആദ്യ സിനിമ മുതൽ നോക്കുന്നതാണ്. പക്ഷേ ശോഭനയുടെ ഡേറ്റ് കിട്ടിയിട്ടില്ല. ഈ സിനിമയിൽ നോക്കി ശോഭനയ്ക്ക് പകരമായിരിക്കാം വാണി വിശ്വനാഥ് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വാണി വിശ്വനാഥ് തന്നെയായിരുന്നു അതിൽ ബെറ്റർ. കാരണം ഒരു ഫ്രഷ് ഫീൽ വന്നു. പിന്നെ കൽപ്പനയുടെ റോളായിരിക്കാം ഇതിൽ ആദ്യത്തെ നായിക പ്രിയങ്ക ആദ്യത്തെ ഇതിൽ സീരിയൽ നടി നാടക നടി വന്നത് പ്രിയങ്കയുടെ റോളെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മീര എന്ന് പറഞ്ഞ അന്നത്തെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ റോളായിരിക്കും പിന്നീട് ഗീതാ വിജയൻ വന്നത്. പിന്നെ കവിയൂർ പൊന്നമ്മ, സുകുമാരി അവരെന്തായാലും ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ അനൗൺസ്മെൻറ്റ്. ഇത് 94 ജൂലൈയിലാണ് ചിങ്ങത്തിൽ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ് പറഞ്ഞത്. ആ പടം 95 ഏപ്രിൽ ഇറങ്ങി. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു, സ്റ്റാർ കാസ്റ്റുകളൊക്കെ മാറി. എനിക്കെന്തായാലും ഇതൊരു പുതിയ അറിവായിരുന്നു. എനിക്ക് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഒരു മാഗസീൻ അയച്ചത്. ദീപക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഒരുപാട് മാഗസീൻസിൻ്റെ പഴയ കുറേ കോപ്പീസ് അയച്ചു തന്നിട്ടുണ്ട്. ഭയങ്കര രസകരമായിട്ട് നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൗതുകവും അത്ഭുതവും തോന്നുന്ന കുറേ ആർട്ടിക്കിൾസാണ്. അപ്പോൾ എന്തായാലും ഈ മാനാർമത്തായിനെ കുറിച്ചുള്ള എനിക്കറിയുന്ന ഒരു അറിവാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമെങ്കിൽ കൂടുതൽ അറിയുമെങ്കിൽ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക.